ഇനി വയനാട്ടിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക് ഉരുൾ ദുരന്തമുണ്ടായി 2 വർഷങ്ങൾക്ക് ശേഷം മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ വിനോദസഞ്ചാര മേഖലകൾ വീണ്ടും സജീവമാവുകയാണ്. ഒരു കാലത്ത് വയനാട്ടിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായ അട്ടമലയിലേക്ക് വീണ്ടും സഞ്ചാരികൾ എത്തി തുടങ്ങി. പ്രദേശത്തെ റോഡ് അത്യാധുനിക രീതിയിൽ നവീകരിച്ചതോടെ അനുദിനം നൂറുകണക്കിന് ആളുകളാണ് മേഖലയിലെത്തുന്നത്. വയനാടിന്റെ മൂന്നാർ എന്നാണ് അട്ടമല അറിയപ്പെടുന്നത്. 4 ചുറ്റും തേയിലത്തോട്ടങ്ങളാൽ പച്ചപുതച്ചു കിടക്കുന്ന ഗ്രാമം ഏറെ മനോഹരമാണ്. പ്രതിദിനം നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്തിയിരുന്ന അട്ടമല 2024 ഉരുൾ ദുരന്തത്തിനു ശേഷം ശൂന്യമായി. അതിജീവനത്തിന്റെ 2 വർഷങ്ങൾക്കു ശേഷം ഇപ്പോൾ അട്ടമലയുടെ മനോഹാരിത തേടി വീണ്ടും വിനോദസഞ്ചാരികൾ എത്തിത്തുടങ്ങി. പ്രദേശത്തേക്കുള്ള റോഡ് അത്യാധുനിക രീതിയിൽ നവീകരിച്ചതും സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണമായി. നമുക്ക് ഈ പ്രദേശത്തേക്ക് ഈ റോഡും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നമുക്ക് സഞ്ചാരികളുടെ വരവ് കൂടിയിട്ടുണ്ട്. നമുക്ക് അതേമാതിരി തന്നെ നമ്മൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കുറച്ച് കൂടുതൽ ആളുകളെ നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഈ റോഡ് വരുന്നതിന് മുമ്പ് ലേശം ഡള്ളായിരുന്നു. ഇപ്പോൾ നമുക്ക് ഏകദേശം ആളുകൾ ഇങ്ങനെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കാലത്ത് ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് അട്ടമല ഗ്രാമത്തിൽ താമസിച്ചിരുന്നത്. ദുരന്തത്തിനു ശേഷം ജനവാസം ഇല്ലാതായതോടെ സ്ഥലത്തെ ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിലും മസ്ജിദിലുമെല്ലാം ആളനക്കം ഇല്ലാതെയായി. ഇന്ന് അതെല്ലാം വീണ്ടും ഉണരുകയാണ്. ആളും മനുഷ്യരൊന്നും ഇല്ലാതെ ഭയങ്കര ഒഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒഴിഞ്ഞു പോയതുപോലെയാണ് ഈ നാട്. ഇത് ഈ ഉരുൾപൊട്ടുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇവിടെ അമ്പലത്തിലാണെങ്കിലും തൊട്ടടുത്ത് ചായക്കടയിലാണെങ്കിലും ഇഷ്ടം പോലെ ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥലം ഇങ്ങനെ ആളൊഴിഞ്ഞ് കിടക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സങ്കടമാണ്. ഞാൻ വന്നിട്ട് ഇവിടെ 6 വർഷമായി. 6 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഒരു സംഭവം ആദ്യമായിട്ടാണ്. അപ്പോൾ അത് നമുക്ക് തന്നെ മനസ്സിനൊരു വല്ലാത്തൊരു വിഷമം. അപ്പോൾ പഴയതുപോലെ ആവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും. മലവെള്ളപ്പാച്ചിൽ കാര്യമായി ബാധിച്ചില്ലെങ്കിലും തുടർന്നും ദുരന്ത സാധ്യതയുള്ള പ്രദേശമായതുകൊണ്ടാണ് അട്ടമലയിൽ ജനവാസം ഇല്ലാതെയായത്. ദുരന്തത്തിൽ തകർന്ന ചൂരൽമല പാലം കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ അട്ടമല വീണ്ടും സഞ്ചാരികളുടെ പറുദീസയായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിതിൻ ജോസിനൊപ്പം ലിൻഡോ തോമസ്, ന്യൂസ് മലയാളം, വയനാട്.